ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് രാവിലെ നടന്ന ഫയർമാൻ ഡ്രൈവറിന്റെ ആൻസർ ആണ് വായിക്കുന്നത്. കാറ്റഗറി നമ്പർ 85/25, കോഡ് ബി. ചോദ്യം 1. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? 1. വളർച്ച ആധുനികവൽക്കരണം, 2. ആധുനികവൽക്കരണം സ്വാശ്രയത്വം, 3. സ്വാശ്രയത്വം സമത്വം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ചോദ്യം 2. ചുവടെ നൽകിയിരിക്കുന്നവ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടവയെന്ന് കണ്ടെത്താനാണ്. അതിൽ ഒന്നാമത്തത് കൃഷിയാണ്. കൃഷി ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയിലാണ്. രണ്ടാമത്തത് ഖനനവും പാറവെട്ടും, അതും ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയിലാണ്. 3. ഉൽപ്പന്ന നിർമ്മാണം, അത് ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയിലാണ്. 4. വൈദ്യുതി, ഗ്ലാസ്, ജലവിതരണം, അവ ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ്. അഞ്ചാമത്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണ്. 6. വ്യാപാരം ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ്. 7. ഗതാഗതവും സംഭരണവും, അത് ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ്. 8. സേവനങ്ങൾ, അത് ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ്. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 3. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? 1. ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്, ആ പ്രസ്താവന തെറ്റാണ്. 3. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി, ആ പ്രസ്താവനയും ശരിയാണ്. 4. ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു, ആ പ്രസ്താവനയും ശരിയാണ്. ചോദ്യം 4. പുറംപണി കരാർ നവ സാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഏത് നയത്തിന്റെ പരിണിത ഫലമാണ്? ഉത്തരം ഓപ്ഷൻ എ, ആഗോളവൽക്കരണം. ചോദ്യം 5. അന്ത്യോദയ അന്നയോജന നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 2000 ഡിസംബർ 25. ചോദ്യം 6. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാം? 1. വിവാഹവും വിവാഹമോചനവും, 2. ട്രസ്റ്റും ട്രസ്റ്റികളും, 3. പൊതുജനാരോഗ്യം, 4. കാർഡുകൾ, 5. കുടുംബാസൂത്രണം. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ് വിവാഹവും വിവാഹമോചനവും, ട്രസ്റ്റും ട്രസ്റ്റികളും, കാർഡുകൾ, അതുപോലെ കുടുംബാസൂത്രണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 7. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? 1. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ NK സിംഗ് ആണ്, പ്രസ്താവന ശരിയാണ്. 2. ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ KC നിയോഗി ആയിരുന്നു, പ്രസ്താവന ശരിയാണ്. 3. ഭരണഘടനയുടെ 280ാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രസ്താവന ശരിയാണ്. 4. ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്, ആ പ്രസ്താവന തെറ്റാണ്. ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951-ലാണ്. അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദ്യം 8. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷൻ ആയിട്ടില്ലാത്ത വ്യക്തി ആര്? PT ചാക്കോ, VK വേലായുധൻ, MK സക്കീർ, M ഗംഗാധരക്കുറുപ്പ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, PT ചാക്കോ. ചോദ്യം 9. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1956 നവംബർ 1-നാണ്, പ്രസ്താവന ശരിയാണ്. 2. 1973 കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റി, ആ പ്രസ്താവന തെറ്റാണ്. പ്രസ്താവന 3. ഹൈക്കോടതിയുടെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 63 വയസ്സോ 6 വർഷമോ ആണ്, ആ പ്രസ്താവന തെറ്റാണ്. 4. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി ആയിരുന്നു, ആ പ്രസ്താവന ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 10. ഡോക്ടർ M കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? 1. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് എതിര്, പ്രസ്താവന ശരിയാണ്. 2. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനം കുറിശിയിൽ 1943 ജനിച്ചു, ആ പ്രസ്താവന തെറ്റാണ്. അദ്ദേഹം ജനിക്കുന്നത് 1949-ലാണ്. 3. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കോണമി അദ്ദേഹത്തിന്റെ കൃതിയാണ്, പ്രസ്താവന ശരിയാണ്. 4. 2023 ഡിസംബർ 3-ന് അദ്ദേഹം മരണമടഞ്ഞു, പ്രസ്താവന ശരിയാണ്. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 11. കർണശബദം ആട്ടക്കഥ രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി, മാലി. ചോദ്യം 12. പുഞ്ചിരി ഹ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം, വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത്? ഉത്തരം ഓപ്ഷൻ ബി, കുടിയൊഴിക്കൽ. ചോദ്യം 13. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 6. ചോദ്യം 14. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, BR ഗവായ്. ചോദ്യം 15. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. ചോദ്യം 16. വൈറ്റൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണയ മാർഗമാണ്? ഉത്തരം ഓപ്ഷൻ സി, ടൈഫോയിഡ്. ചോദ്യം 17. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? 1.
അയൺ അടങ്ങിയിരിക്കുന്നു. പ്രസ്താവന ശരിയാണ്. 2 ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലി രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ആ പ്രസ്താവനയും ശരിയാണ്. 3 അതിൽ പ്രോട്ടീൻ ഇല്ല. ആ പ്രസ്താവന തെറ്റാണ്. ഇതിൽ പ്രോട്ടീൻ ഉണ്ട്. 4 ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഇതിൽ പ്രോട്ടീൻ ഇല്ല എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 18 രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഓപ്ഷൻ എ ഇൻസുലിൻ. ചോദ്യം 19 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റൌക്കിനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ഓപ്ഷൻ ഡി മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം. ചോദ്യം 20 താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ്? വ്യാപ്തം, സാന്ദ്രത, സമയം, മർദ്ദം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സമയം. ചോദ്യം 21 നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ഇമ്മാനുവൽ കാന്റ്. ചോദ്യം 22 പി ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? ഉത്തരം ഓപ്ഷൻ ബി 103 ഡിഗ്രിക്കും 142 ഡിഗ്രിക്കും ഇടയിൽ. ചോദ്യം 23 ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹം ഏത്? 1 ഗൾഫ് സ്ട്രീം, 2 ലാബ്രഡോർ, 3 കാലിഫോർണിയ, 4 കാനറീസ്. ഉത്തരം ഓപ്ഷൻ സി കാലിഫോർണിയ. ചോദ്യം 24 ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മഹാബലേശ്വർ. ചോദ്യം 25 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി ചാന്ദ്രയാൻ 3. ചോദ്യം 26 ഒരു വസ്തു അതിന്റെ തുലനാവസ്ഥയിൽ ആകെ ബലം എത്ര? ഉത്തരം ഓപ്ഷൻ എ 0. ചോദ്യം 27 ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഒഡീസിയസ്. ചോദ്യം 28 താഴെ പറയുന്നവയിൽ കാർബണിന്റെ രൂപാന്തരമല്ലാത്തത് ഏത്? ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, കാർബൺ ഡയോക്സൈഡ്, ഡയമണ്ട്. ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. ചോദ്യം 29 അക്വാറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും. ചോദ്യം 30 ഒരു ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 7. ചോദ്യം 31 ചേരുംപടി ചേർക്കാനാണ്. ഒന്നാമത്തത് ലക്ഷ്യപ്രമേയം, അതുമായി രണ്ടാമത്തെ കോളത്തിൽ നിന്നും യോജിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 2 ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകൻ, അതുമായിട്ട് യോജിക്കുന്നത് BN റാവു. 3 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ചെയർമാൻ, അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 4 ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ, അത് സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 32 ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക. 1 കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 43. 2 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക, അതിനെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് വകുപ്പ് 44. 3 ഗോവധം നിരോധിക്കുക, അതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് 48. 4 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും, അതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് 51. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 33 ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1 വകുപ്പ് 378 ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആ പ്രസ്താവന തെറ്റാണ്. ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 368. 2 ഭേദഗതികളുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. ആ പ്രസ്താവന തെറ്റാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. 3 ഇതുവരെ ഭരണഘടന 103 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. പ്രസ്താവന തെറ്റാണ്. നാളിതുവരെ ഭരണഘടന 107 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. 4 ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് 1950 മാർച്ച് 14 ആ പ്രസ്താവന തെറ്റാണ്. ആദ്യമായിട്ട് ഭരണഘടന ഭേദഗതി ചെയ്തത് 1951 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് കൂട്ടിച്ചേർത്ത ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 9. ഷെഡ്യൂൾ 9 വിഷയമാണ് ഭൂപരിഷ്കരണം. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ചോദ്യം 34 കേരള ഗവർണറുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാ? 1 ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ 22ാമത് ഗവർണറാണ്. പ്രസ്താവന ശരിയാണ്. 2 ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. പ്രസ്താവന ശരിയാണ്. 3 ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് 2019 സെപ്റ്റംബറിലാണ്. ആ പ്രസ്താവന ശരിയാണ്. 4 ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 35 ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? 1 ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. പ്രസ്താവന ശരിയാണ്. 2 ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുവാൻ പാടില്ല. പ്രസ്താവന ശരിയാണ്. 3 ഭരണഘടനയുടെ 108ാം വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്. പ്രസ്താവന തെറ്റാണ്. ഭരണഘടനയുടെ 108ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടേണ്ടത്. 4 ഇതുവരെ 2 പ്രാവശ്യം സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രസ്താവന തെറ്റാണ്. ഇതുവരെ 4 പ്രാവശ്യമാണ് സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്.
ചോദ്യം 36. കൊളോണിയൽ ഭരണത്തിൻ കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാമെന്ന് കണ്ടെത്തുക. 1. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിളത്തോട്ടം ആരംഭിച്ചു. പ്രസ്താവന ശരിയാണ്. 2. കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം എന്നീ നഗരസഭകൾ ആരംഭിച്ചു. പ്രസ്താവന ശരിയാണ്. 3. മലപ്പുറം നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു. പ്രസ്താവന ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം 37. താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 1865 തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. പ്രസ്താവന തെറ്റാണ്. തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ആരംഭിച്ചത് 1866ലാണ്. 2. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. പ്രസ്താവന ശരിയാണ്. 3. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. പ്രസ്താവന ശരിയാണ്. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 38. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? 1. ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രമാണ് ജസ്റ്റിസ്. ജോസഫ് നോയൽ പാറ്റൺ ആണ് ഈ ചിത്രം വരച്ചത്. ആ പ്രസ്താവന തെറ്റാണ്. 2. ഗവർണർ ജനറൽ ആയിരുന്ന കാനിംഗ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. ആ പ്രസ്താവന ശരിയാണ്. 3. ലക്നൌവിന്റെ ആശ്വാസം എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ ആയിരുന്നു. ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത് 1858 ആ പ്രസ്താവന തെറ്റാണ്. ഈ ചിത്രം പ്രസിദ്ധീകരിക്കുന്നത് 1859ലാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 39. താഴെ കാണിച്ചിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. പ്രസ്താവന ശരിയാണ്. 2. ആദ്യ 2 വട്ടമേശ സമ്മേളനങ്ങളിലും ഗാന്ധിജി പങ്കെടുത്തു. ആ പ്രസ്താവന തെറ്റാണ്. 3. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. പ്രസ്താവന ശരിയാണ്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 40. താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 2. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. പ്രസ്താവന ശരിയാണ്. 3. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം. പ്രസ്താവന ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 44. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശരാശരി ഭാരം 40 കിലോഗ്രാം ആണ്. ആൺകുട്ടികളുടെ ശരാശരി ഭാരം 42 കിലോഗ്രാമും പെൺകുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാമുമാണ്. ആ ക്ലാസ്സിൽ 25 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10. ചോദ്യം 45. ഒരാൾ എക്സിൽ നിന്നും വൈയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. തിരികെ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് അയാൾ എക്സിലെത്തി. ആകെ 10 മണിക്കൂർ സമയം യാത്രയ്ക്കെടുത്തെങ്കിൽ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ദൂരം എത്ര? ഉത്തരം ഓപ്ഷൻ എ 120 കിലോമീറ്റർ. ചോദ്യം 46. രമേശും അനന്തവും കൂടി ഒരുമിച്ച് ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതേ ജോലി രമേശ് 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ അനന്തുവിന് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? ഉത്തരം ഓപ്ഷൻ ഡി 18 ദിവസം. ചോദ്യം 47. 40, 20, 20, 30, 60, എക്സ് ഇവ ഒരു ശ്രേണിയിലെ പദങ്ങളാണെങ്കിൽ എക്സിന്റെ മൂല്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 150. ചോദ്യം 48. ഹെഡ് എന്ന വാക്കിനെ JHEI എന്ന് എഴുതിയാൽ നോസ് നോസ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഉത്തരം ഓപ്ഷൻ സി PRWJ. ചോദ്യം 49. ഒരു തെരഞ്ഞെടുപ്പിൽ ആകെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ ഒരാൾക്ക് 48% വോട്ട് ലഭിച്ചെങ്കിലും 256 വോട്ടിന് അയാൾ പരാജയപ്പെട്ടു. എങ്കിൽ ആകെ വോട്ടർമാരുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 6400. ചോദ്യം 50. ഒരു നിശ്ചിത തുകയുടെ 2 വർഷത്തെ കൂട്ടുപലിശ 315 രൂപയും അതേ തുകയുടെ സാധാരണ പലിശ 300 രൂപയും ആണെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി 10%. ചോദ്യം 51. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 21%. ചോദ്യം 52. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ടൈഡൽ വോളിയം. ചോദ്യം 53. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ കെ. ചോദ്യം 54. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സെക്ഷൻ 67B. ചോദ്യം 55. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നുകയറുകയും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 72. ചോദ്യം 56. താഴെ പറയുന്നവയിൽ ഒരേ അർത്ഥം വരുന്നവ ഏതെല്ലാം? 1 സ്കാൽഡ്, 2 ഫ്രോസ്റ്റ് ബൈറ്റ്, 3 ആസിഡ് ബേൺസ്, 4 കോൾഡ് ബേൺസ്. ഉത്തരം വരുന്നത് സ്കാൽഡ്, ഫ്രോസ്റ്റ് ബൈറ്റ്, അതുപോലെ കോൾഡ് ബേൺസ് ഇവയാണ് ഒരേ അർത്ഥം വരുന്നവ. ഉത്തരം ഓപ്ഷൻ സി ആണ്.
ചോദ്യം 57 ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്മോദറിംഗ് അതുപോലെ ബ്ലാങ്കറ്ററിംഗ്. ചോദ്യം 58 CNGയുടെ പ്രധാന ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ എ മീഥേൻ. ചോദ്യം 59 CPR എന്നതിന്റെ പൂർണ്ണ രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. ചോദ്യം 60 എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി അഡ്രിനാലിൻ. ചോദ്യം 61 LEL എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. ചോദ്യം 62 ഓം നിയമം പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, B = I/R. ചോദ്യം 63 താഴെ പറയുന്നവയിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന്റെ കാരണമാകാവുന്നത് ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രിക് ആർക്ക്, ഇൻസുലേഷൻ തകരാർ അതുപോലെ ശരിയല്ലാത്ത എർത്തിങ്. ചോദ്യം 64 താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്. ചോദ്യം 65 താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? 1 ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ സാധാരണയായി പ്രായമായവരിലാണ് സംഭവിക്കുന്നത്, ആ പ്രസ്താവന തെറ്റാണ്. 2 ഡിപ്രസ്ഡ് ഫ്രാക്ചർ സാധാരണയായി തലയോട്ടിയിലാണ് സംഭവിക്കുന്നത്, പ്രസ്താവന ശരിയാണ്. 3 രണ്ടിലധികം കഷ്ണങ്ങളായി ഒരു എല്ല് ഒടിയുന്നതാണ് കമ്മ്യൂട്ടർ ഫ്രാക്ചർ എന്നറിയപ്പെടുന്നത്, പ്രസ്താവന ശരിയാണ്. 4 എല്ല് ഒടിയുകയും ഒപ്പം ഈ ഭാഗത്തോട് ചേർന്ന് ത്വക്കിൽ മുറിവുണ്ടാകുകയും ചെയ്യുന്നതാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ, ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആദ്യത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. ചോദ്യം 67 BLEVE എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ചോദ്യം 68 ചേരുംപടി ചേർക്കുക. 1 DCP എക്സ്റ്റിങ്ക്യൂഷണർ, അതുമായിട്ട് ചേരുന്നത് സൈഫൺ ട്യൂബാണ്. രണ്ടാമത്തത് CO2 എക്സ്റ്റിങ്ക്യൂഷണർ, അതുമായിട്ട് ചേരുന്നത് ഡിസ്ചാർജ് ഹോൺ. 3 ഫോം എക്സ്റ്റിങ്ക്യൂഷണർ, അതുമായിട്ട് ചേരുന്നത് ദ്രവ ഇന്ധനങ്ങളിലെ തീപിടുത്തം. 4 ജല എക്സ്റ്റിങ്ക്യൂഷണർ, അതുമായിട്ട് ചേരുന്നത് തടി, പേപ്പർ തുടങ്ങിയവയിലെ തീപിടുത്തം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 69 താഴെ പറയുന്നവയിൽ ഉത്പന്നത്തിന് അഥവാ സബ്ലിമേഷന് ഉദാഹരണമായി പറയാവുന്ന വസ്തു ഏത്? ഗ്രാമ്പു, കർപ്പൂരം, ചന്ദനം, മെഴുക്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കർപ്പൂരം മാത്രം. ചോദ്യം 70 താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ള വസ്തു ഏത്? നാഫ്ത, മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പെട്രോൾ. ചോദ്യം 71 മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന MV ആക്ട് 1988 ഏത് വകുപ്പിലാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 177. ചോദ്യം 72 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നതിനെ പറ്റി. ചോദ്യം 73 പൊതുസ്ഥലത്ത് യൂണിഫോമിൽ നിൽക്കുന്ന നിയമപാലകൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ബോധപൂർവം അനുസരിക്കാത്ത ഡ്രൈവർക്കെതിരെയുള്ള മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 179, സെക്ഷൻ 179. ചോദ്യം 74 മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 190 ക്ലോസ് 2 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ശബ്ദ വായു മലിനീകരണം. ചോദ്യം 75 MV ആക്ട് 1988 സെക്ഷൻ 112 വേഗത പരിധി നിയമപ്രകാരം ഇപ്പോൾ ഓട്ടോറിക്ഷ അഥവാ 3 വീലർ അതിന്റെ 6 വരി നാഷണൽ ഹൈവേയിലെ പരമാവധി വേഗത എത്രയായി നിജപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി 50 km/മണിക്കൂർ. ചോദ്യം 76 വാഹനം ഒരു കയറ്റം കയറി കഴിഞ്ഞ് ഇറക്കം ഇറങ്ങുമ്പോൾ ഏത് ഗിയറിലാണ് ഓടിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി കയറ്റം കയറിയ അതേ ഗിയറിൽ. ചോദ്യം 77 ഒരു വാഹനത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് ഏതു തരം ഹോണാണ്? ഉത്തരം ഓപ്ഷൻ സി ഇലക്ട്രിക് ഹോൺ. ചോദ്യം 78 ആർമേർഡ് വാഹനങ്ങൾ എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ഏതു തരം വാഹനങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ ബി സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ. ചോദ്യം 79 അപകടകരമായ ഹസാർഡ്സ് ഗുഡ്സ് വാഹനങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി സ്പാർക്ക് അറസ്റ്റർ. ചോദ്യം 80 സൈനിക വാഹനങ്ങൾക്ക് മാത്രം അടിക്കാവുന്നതും മറ്റ് വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളതുമായ നിറം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒലീവ് ഗ്രീൻ നിറം. ചോദ്യം 81 താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ്? മോട്ടോർ ക്യാബ്, സ്റ്റേജ് കാരിയേജ്, ഗുഡ്സ് കാരിയേജ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇവയെല്ലാം പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ആണ്. ചോദ്യം 82 8 വർഷം വരെ പ്രായമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ സി 2 വർഷം. ചോദ്യം 83 റോഡിന്റെ മധ്യഭാഗം തുടർച്ചയായ മഞ്ഞ വര വരച്ചിട്ടുണ്ട് എങ്കിൽ വാഹനങ്ങൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മഞ്ഞ വരയിൽ കയറുവാനോ കടന്നു പോകാനോ പാടില്ല. ചോദ്യം 84 നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ ആംബർ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കടന്നു പോകണം? ഉത്തരം ഓപ്ഷൻ ബി വാഹനത്തിന്റെ വേഗത കുറച്ച്
ട്രാഫിക് ഇന്റർസെക്ഷനിൽ കാൽനട യാത്രക്കാരോ മറ്റു വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് വഴി കൊടുത്ത് ശ്രദ്ധയോടുകൂടി കടന്നു പോവുക. ചോദ്യം 85. മോട്ടോർ വാഹന നിയമത്തിലെ 112 വകുപ്പ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, വേഗതയെക്കുറിച്ച്. ചോദ്യം 86. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമരിറ്റേറിയൻ നിയമം അഥവാ ഗുഡ് സമരിറ്റേറിയൻ ലോ പാസാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2016. ചോദ്യം 87. ലോകത്ത് നടന്ന വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ലോക ഓർമ്മ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി, എല്ലാ നവംബർ മാസത്തിലും 3-ാമത്തെ ഞായറാഴ്ച. ചോദ്യം 88. മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് നിയമപാലകന് ശരിയായ രേഖകളില്ലാതെ ഓടുന്ന വാഹനം പിടിച്ചെടുക്കാൻ അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി, സെക്ഷൻ 207 പ്രകാരം. ചോദ്യം 89. പ്രായപൂർത്തിയായ വാഹന ഉടമ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴ എത്ര തുകയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 5000 രൂപ. ചോദ്യം 90. ഒരു ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടി എന്ന് തെളിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ എത്ര തുകയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2000 രൂപ. ചോദ്യം 91. ഒരു ഗുഡ്സ് കാരേജ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് പറയുന്നു? ഉത്തരം ഹെവി ഗുഡ്സ് വെഹിക്കിൾ. ചോദ്യം 92. യാത്രക്കാരെ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 4 വീൽ ഉള്ളതുമായ വാഹനങ്ങൾ ഡാഷ് തരത്തിൽ ഉൾപ്പെടുന്നതാണ്? ഉത്തരം ഓപ്ഷൻ എ, എം. ചോദ്യം 93. ഹസാർഡ്സ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ സി, 3 വർഷം. ചോദ്യം 94. താഴെ പറയുന്ന ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ലൈസൻസിംഗ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയും? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1. ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റിയാൽ. 2. ഒരു പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പുക വലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ. 3. ഡ്രൈവർ യാത്രക്കാരെ ആക്രമിച്ചാൽ. ചോദ്യം 95. കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയതിനു ശേഷം ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ 2 വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ചോദ്യം 96. താഴെ പറയുന്നതിൽ IC എഞ്ചിൻ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, സ്റ്റീം എഞ്ചിൻ. ചോദ്യം 97. നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം ഓപ്ഷൻ സി, വൈദ്യസഹായം ഏർപ്പെടുത്തണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം. ചോദ്യം 98. താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ആംബുലൻസ് കടന്നു വന്നാൽ? ഉത്തരം ഓപ്ഷൻ സി, വാഹനം ഇടതു സൈഡിലേക്ക് മാറ്റി ആംബുലൻസിന് വഴി നൽകുക. ചോദ്യം 99. ഒരു വാഹനത്തിന്റെ ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? ഉത്തരം ഓപ്ഷൻ ഡി, വാഹനം അതുവരെ ഓടിയിട്ടുള്ള മൊത്തം കിലോമീറ്റർ അറിയാൻ. ചോദ്യം 100. MSM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ സി, മിറർ സിഗ്നൽ ആൻഡ് മാനുവർ. ഇനിയുള്ള ഡ്രൈവർ പരീക്ഷകൾക്കും അതുപോലെ തന്നെ PSC പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് മുൻവർഷത്തെ ഡ്രൈവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.